കാസർഗോഡ് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വരുന്നൊരു ഘട്ടമാണിത്. CPIM-നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ഇടതുപക്ഷത്തിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായാണ്. ഇടതുപക്ഷത്തിന് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുണ്ട്. രാജ്യത്തിലെ ഇടതുപക്ഷത്തിന് ഫലപ്രദമായി CPIM-ൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് രാജ്യത്ത് ശരിയായ സ്ഥാനമുറപ്പിക്കാൻ കഴിയുക. കാരണം ഇടതുപക്ഷങ്ങളിൽ CPIM-ആണ് ഏറ്റവും കരുത്തുറ്റ പാർട്ടി. അതുകൊണ്ട് തന്നെ CPIM-ൻ്റെ കരുത്ത് വർദ്ധിക്കുക എന്നത് ഇടതുപക്ഷത്തിൻ്റെ മൊത്തം കരുത്ത് വർദ്ധിക്കുന്നതിന് സഹായകരമായിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് പ്രതിരോധ ശക്തികൾ ഇത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും കടുത്ത രീതിയിൽ ഇടതുപക്ഷത്തിന് നേരെയും CPIM-ന് നേരെ പ്രത്യേകിച്ചും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നത്. ഒരുപാട് സംഭവങ്ങൾ രാജ്യത്ത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഉണ്ടായത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. വളരെ ചെറിയ പ്രദേശങ്ങളിൽ പോലും ഇടതുപക്ഷം കരുത്താർജിക്കുന്നത് പിന്തിരിപ്പൻ ശക്തികൾ ഭയപ്പെടാറുണ്ട്. ഇപ്പോൾ ത്രിപുര ചെറിയൊരു സംസ്ഥാനമാണ്, നമുക്കെല്ലാം അറിയാം. ആ ത്രിപുരയിൽ ഇടതുപക്ഷത്തിനായിരുന്നു നിർണായക സ്വാധീനം. എന്നാൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് കേന്ദ്ര അധികാരം കൈയാളാൻ കഴിയുന്ന ആ കാലം ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് മുഴുവൻ തീർത്തും പ്രഹസനമാക്കി മാറ്റി. ത്രിപുരയുടെ പഴയ മുഖ്യമന്ത്രി നിർഭൻ ചക്രവർത്തി നമ്മുടെ കേരളത്തിലടക്കം ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ശേഷം ഒരു പര്യടനം നടത്തി. ആ പര്യടനത്തിൽ അദ്ദേഹം ഒരു സംഭവം പ്രത്യേകം ഉദ്ധരിച്ചു. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ബൂത്ത് ഏജൻ്റായിട്ടിരിക്കാൻ പാടില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ പാടില്ല. പോളിംഗ് ബൂത്തിനകത്ത് എല്ലാവരുടെയും വോട്ട് പോൾ ചെയ്തിടും കോൺഗ്രസ് അയക്കുന്ന ഗൂണ്ടകൾ. ഒരു ബൂത്തിൽ ഒരു ബൂത്ത് ഏജൻറ്റ്. അപ്പോൾ ഈ ഗൂണ്ടകൾ ആദ്യം ഭീഷണി അയച്ചു, നിങ്ങൾ വരാൻ പാടില്ല, വന്നാൽ
ജീവനോടെ തിരിച്ചു പോകില്ല. ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ഭീഷണി വകവെക്കാതെ ആ ചെറുപ്പക്കാരൻ പോളിംഗ് ബൂത്തിൽ വന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഏജൻ്റായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൂണ്ടകൾ ഇരച്ചു കയറി. പോളിംഗ് ബൂത്തിനകത്ത് ഈ ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു. നുറുക്കി കൊന്നു. ഒരു കൈ വെട്ടി മാറ്റി നേരത്തെ വെച്ചു. ആ കൈ ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ബാക്കി ശരീരഭാഗങ്ങളെല്ലാം വെട്ടി നുറുക്കിയത് ഇവരെ കയ്യിലൊരു വലിയ ബാഗുണ്ട്. ആ ബാഗിലേക്ക് തട്ടിയിട്ട് അതും എടുത്ത് ഇവർ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തുപോയി. വലിയ വിജയം കോൺഗ്രസ്സിന് ആ തെരഞ്ഞെടുപ്പിൽ. പടിഞ്ഞാറൻ ബംഗാൾ ഇടതുപക്ഷം വലിയ സ്വാധീനം നിലനിർത്തിയ കാലം. അതിനോട് കോൺഗ്രസ്സിന് ഒരു തരത്തിലും പൊരുത്തപ്പെടാനായില്ല. പടിഞ്ഞാറൻ ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് ജ്യോതിബാസുവും ഹരേകൃഷ്ണ കോനാറും അങ്ങനെയുള്ള CPIMൻ്റെ പ്രശസ്തരായ നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം, മത്സരിക്കുന്ന കാലം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കുന്ന സീറ്റുകൾ. ഇവിടെ എല്ലാ ബൂത്തുകളും പിടിച്ചടക്കി. എല്ലാവരും പരാജയപ്പെട്ടു. ജനങ്ങൾ പരാജയപ്പെടുത്തിയല്ല, ആവശ്യമായത്ര സേനയെ അണിനിരത്തി. ആ സേന വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കാനല്ല, ആ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് അയക്കുന്ന ക്രിമിനലുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി, അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉറപ്പിക്കാൻ വേണ്ടി അത്തരത്തിൽ വോട്ടിംഗ് നടന്നു. പടിഞ്ഞാറൻ ബംഗാളിലെ ആദരണീയരായ ബഹുജന നേതാക്കൾ ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ദയനീയമായി തോറ്റിരിക്കുന്നു. എന്തായി? ഈ രണ്ട് സംസ്ഥാനവും കോൺഗ്രസ്സിന് നിലനിർത്താൻ കഴിഞ്ഞോ? അത് വേറെ, ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളെല്ലാം അനുഭവത്തിലുള്ളതാണല്ലോ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇതാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നില. ഇടതുപക്ഷം ശക്തിപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ. RSSന് നേതൃത്വമുള്ള BJP അധികാരത്തിലേറുന്നതിനിടയാക്കിയ ഭരണം കോൺഗ്രസ് കാഴ്ചവെച്ചു. RSS തനി വർഗീയത പ്രചരിപ്പിക്കുന്നു, വർഗീയ തീവ്ര നിലപാട് സ്വീകരിക്കുന്നു. അതിനോട് മത്സരിച്ച് കോൺഗ്രസ് രംഗത്ത് വരുന്നു. ഇപ്പോൾ രണ്ടുദാഹരണം മാത്രം. ഒന്ന്, നമ്മുടെ രാജ്യത്ത് പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന നിയമം. അപ്പോൾ പശുവിനെ കൊല്ലുന്നതിനെതിരെയുള്ള ഒട്ടേറെ അക്രമങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നു. വലിയ പ്രശ്നമായിട്ട് വന്നത് വർഗീയതയുടെ ഒരു രൂപമായിട്ടാണ് പശുവിനെ മാറ്റിയത്.
അപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് ദിഗ്വിജയ് സിംഗ് അദ്ദേഹം പറഞ്ഞു, ഗോവധം നിരോധിക്കാൻ തയ്യാറായത് കോൺഗ്രസ്സാണ്. സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു, ഈ സംസ്ഥാനങ്ങളിൽ ഞങ്ങളാണ് നിരോധിച്ചത്. RSS നടത്തുന്ന വർഗീയ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാനാണല്ലോ ഈ വാദം ഇടയാക്കുക. RSS നടത്തുന്ന വർഗീയ നീക്കങ്ങളെ തടയാനാണല്ലോ ശ്രമിക്കേണ്ടത്. പക്ഷേ RSSൻ്റെ വർഗീയ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാനാണ് കോൺഗ്രസിൻ്റെ ഇത്തരം നീക്കങ്ങൾ ഇടയാക്കിയത്. ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കൽ BJP വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വക്താവ് ജോഷി പരസ്യമായി പറയുന്നത്, രാമക്ഷേത്രം ഞങ്ങൾ അധികാരത്തിൽ വന്നാലേ യാഥാർത്ഥ്യമാകും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കും. രാമക്ഷേത്ര പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വർഗീയ നീക്കം നടത്താൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്ക്, RSS നടത്തുന്ന ശ്രമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമാണോ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? അതിന് പ്രോത്സാഹനം. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംഭവങ്ങൾ, ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായിരുന്നു കോൺഗ്രസ് കാണിച്ചത്? നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നല്ലോ ബാബറി മസ്ജിദ്. കേവലമായ ഒരു ആരാധനാ സ്ഥലമോ ഒരു കെട്ടിടമോ മാത്രമായിട്ടല്ല അതിനെ കാണേണ്ടത്, മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു. എന്നാൽ അതാണ് പൊളിച്ചെടുക്കാൻ എല്ലാ സഹായങ്ങളും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയും അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റും ചെയ്തു കൊടുത്തത്. ഇത്തരമൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി എന്ത് സംഭവിച്ചു? രാജ്യത്ത് ചിലയിടങ്ങളിൽ, രാജ്യവ്യാപകമായി ഉള്ള നിലയെടുത്താൽ, കോൺഗ്രസ് ഈ ഒരു നില BJPയെയും മത്സരിച്ച് സ്വീകരിച്ചപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സുകാർ പിന്നെ എന്തിനാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്, നേരെ BJPയോടൊപ്പം പോയി. ഇന്ന് BJPയുടെ പ്രധാനികളായിരിക്കുന്ന പലരും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. എന്താണ് വസ്തുത? നേതാക്കന്മാരായിരുന്നു. എന്താണ് വസ്തുത? അവരാണ് BJPയിൽ ചേക്കേറിയത്. ഇപ്പോഴും ആ പോക്ക് അവസാനിച്ചിട്ടില്ല. എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയെ അയാൾ കോൺഗ്രസ്സായിട്ട് തന്നെ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമ്മുടെ തൊട്ടപ്പുറത്താണല്ലോ SM കൃഷ്ണ കുറേ കാലം മുഖ്യമന്ത്രിയായിരുന്നത്. എവിടെയായിപ്പോൾ അദ്ദേഹം? ഇപ്പോൾ MLA-മാർ വിലയുറപ്പിച്ച് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയല്ലേ.
എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയതയെ ശക്തമായി എതിർക്കാൻ തയ്യാറാവണം. ഒരു കാലത്തും കോൺഗ്രസിനത് കഴിയാറില്ല. അതുമായി സമരസപ്പെട്ടു പോകാറാണ് കോൺഗ്രസ്. ഇതിൻ്റെ ഭാഗമായി ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് BJP ഈ അവസ്ഥ മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷങ്ങൾ വലിയ തോതിൽ ആ സംസ്ഥാനത്തില്ല. എന്നാൽ എല്ലായിടവും അങ്ങനെയാണെന്ന് കരുതണ്ട കേട്ടോ. ഇപ്പോൾ ഉത്തർപ്രദേശ് കോൺഗ്രസ് എവിടെയുണ്ട്? അവിടെ ഇപ്പോൾ മായാവതിയും BSPയും SP-യും സഖ്യമായി കഴിഞ്ഞു. ഇന്ന് പത്രങ്ങളിലുണ്ടല്ലോ. വലിയ കരുത്താണ് അതിൻ്റെ ഭാഗമായി വരുന്നത്. BJPയെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം സാധാരണഗതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഏതെല്ലാം തരത്തിൽ ആ നീക്കം ശിഥിലീകരിക്കാനാകും, ഇതിലാണ് കോൺഗ്രസിന് താല്പര്യം. അവിടെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. വിവിധ സംസ്ഥാനങ്ങളെടുത്തു നോക്കി ആ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്ല പ്രധാന ശക്തി. ആ സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക പാർട്ടിയാണ്. അത് ഉത്തർപ്രദേശ് തൊട്ട് ഇങ്ങോട്ട് കർണാടകം വരെ വന്നാൽ 2 or 3 സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടവും മറ്റു പാർട്ടികളാണ് ശക്തമായിട്ടുള്ളത്. കോൺഗ്രസ് അല്ല പ്രബലം. ഈ ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങനൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടും അവരുടെ നയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ വരുത്താൻ തയ്യാറാകുന്നുണ്ടോ? മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇത് നാം കൂട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരിൽ നിന്ന് സഹായം ലഭിച്ചുകൊണ്ട് ശക്തിപ്പെട്ട BJPയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ആ BJP ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചത്. ഇടതുപക്ഷത്തെ നിഷ്കാസനം ചെയ്യുക, അവർ ത്രിപുരയിൽ കാണിച്ചത്, ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിപുരയിലെ പഴയ മുഖ്യമന്ത്രിയായ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മണിക് സർക്കാരിനെ പൊതുവേദിയിൽ സംസാരിക്കാൻ പോകുമ്പോൾ ആക്രമിക്കാൻ ശ്രമിക്കുന്ന നിലവരെയുണ്ടായി. എത്രയോ ആളുകളെ കൊന്നു തള്ളിയിരിക്കുന്നു. എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ ജീവസന്ധാരണ മാർഗം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിരവധി പാർട്ടി ഓഫീസുകൾ, ബഹുജന സംഘടനാ ഓഫീസുകൾ എല്ലാം തകർത്തിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് അണിനിരന്ന സ്ത്രീകളെ ഹീനമായി ഉപദ്രവിക്കുന്നു. ചിലരെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന സ്ഥിതി അടക്കമുണ്ടാകുന്നു. ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കൊലപ്പെടുത്താൻ തയ്യാറാകുന്നു. സാധാരണഗതിയിലുള്ള ജനാധിപത്യ രീതികളെല്ലാം
പോയിരിക്കുന്നു. ഇതേ നില ത്രിപുരയിൽ നടക്കുന്നു. എന്തുമാകാമെന്ന അവസ്ഥ. എല്ലാറ്റിനും പോലീസ് കൂട്ടുനിൽക്കുന്നു. എത്രയോ സഖാക്കൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു പടിഞ്ഞാറൻ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെ അത്തരം കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. പക്ഷെ നേരത്തെ കോൺഗ്രസ് ഇടതുപക്ഷത്തെ തകർക്കാൻ നോക്കിയപ്പോഴും ഇപ്പോൾ RSSും BJPയും ഇടതുപക്ഷത്തെ തകർക്കാൻ നോക്കിയപ്പോഴും നമ്മുടെ രാജ്യത്തിലെ പിന്തിരിപ്പൻ ശക്തികൾക്കാകെ അതൊരു ഹരമായിരുന്നു. കാരണം ഇടതുപക്ഷമെന്നത് ആക്രമിക്കപ്പെടേണ്ടവരാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ കൊല ചെയ്യപ്പെട്ടാൽ അതൊരു വലിയ സംഭവമായിട്ട് കാണേണ്ടതായിട്ടില്ല. ഇതാണ് പൊതുവായ നിലപാട്. ഈ പൊതുവായ നിലപാട് നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ കാവലാളായി വരേണ്ട നല്ലൊരു ഭാഗം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. ഇപ്പോഴത്തെ ഒരു കാലമാണ് ഇത്. തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് BJP മാധ്യമങ്ങളിൽ പലതിനെയും കാശ് കൊടുത്ത് സ്വാധീനിക്കുകയാണ്. പരസ്യമെന്ന മറവിലൊന്നുമല്ല. പലതരത്തിൽ വാർത്തകൾ വരുന്നു. ചിലർ BJPക്ക് വേണ്ടി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ വന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടവർ നമ്മൾ സാധാരണഗതിയിൽ അത്തരത്തിലൊരു സാമ്പത്തിക ഓഫർ ചെന്നാൽ അതിൻ്റെ മുന്നിൽ കീഴടങ്ങുമെന്ന് കരുതാത്ത വലിയ മാധ്യമങ്ങളെ അടക്കം സമീപിക്കുന്നു. അവരനുകൂലമായി പ്രതികരിക്കുന്നു. എന്തേ വേണ്ടത്? അവരുടെ എതിരാളികളായിട്ടുള്ളവരെ ഇടിച്ചു താഴ്ത്തണം. നല്ല നിലയിൽ തകർക്കണം. തങ്ങളെ ഉയർത്തണം, പുകഴ്ത്തണം. അത് പ്രത്യക്ഷത്തിൽ ചെയ്യാം, പരോക്ഷമായും ചെയ്യാം. എല്ലാ വാർത്തയുടെയും ഉന്നം തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണം. ഇത്തരത്തിൽ കേന്ദ്രഭരണം കൈയാളുന്നവർ തന്നെ നേരിട്ട് നടപടികൾ സ്വീകരിക്കുകയാണ്. വലിയ സാമ്പത്തിക ശേഷിയുള്ള ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളെപ്പോലും അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ മറ്റുള്ളവരെ കാര്യം പറയാനുണ്ടോ? സാമ്പത്തിക ശേഷിയല്ല ഇതിൽ പ്രശ്നമായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലെത്തുമ്പോൾ രണ്ടും ഒന്നിച്ചു ചേരുകയാണ്. ഒന്ന് ഇടതുപക്ഷ വിരോധം, അതിനോടൊപ്പം അന്ധമായ മാർക്സിസ്റ്റ് വിരോധം. എങ്ങനെയെങ്കിലും ഈ ഹലാക്ക് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ചിന്ത.
അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുകൂടി വരുമ്പോൾ ലാഭമായി. ഈ ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നതായി കാണാൻ പറ്റും. ഇടതുപക്ഷത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്ക് മാധ്യമങ്ങളുമുണ്ട്. ആ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ എതിർക്കാൻ പുറപ്പെട്ടാൽ അതിനത്രത്തോളം വിശ്വാസ്യത കിട്ടില്ല, പിന്നെ വേണ്ടത്ര പ്രചരണവുമില്ല. അപ്പം ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ എത്രയോ കാലമായി ചുമതല ഏറ്റെടുത്ത് നീങ്ങുന്നവർ നമ്മുടെ നാട്ടിൽ ചിലരുണ്ട്. അവർ ഈ ഒരു സന്ദർഭം ഇടതുപക്ഷത്തെ ആകെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമോ കൊണ്ടുപിടിച്ച് ശ്രമിക്കാൻ. ഇക്കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രചരണവും നീക്കങ്ങളും ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യമല്ല. എന്ന് തൊട്ട് ഈ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ ആ കാലം തൊട്ടേ ഇടതുപക്ഷത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPIM-നുമെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അക്രമകാരികളെ ദേവദൂതന്മാരായി ചിത്രീകരിക്കുന്ന നില ആ കാലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. അക്രമത്തിന് വിധേയരാകുന്നവരെ അക്രമികളായും ചിത്രീകരിക്കുന്ന നിലയാണ് ആ കാലത്തെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാം നേരിട്ട് തന്നെയാണ് ഇന്നത്തെ അവസ്ഥയിൽ ഇടതുപക്ഷമെത്തിയത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയത്. ഇത് കാണാതിരിക്കണ്ട. അപ്പോൾ ഒരവസരം കിട്ടിപ്പോയി, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അങ്ങനെയൊന്നും തകർക്കാവുന്ന ഒന്നല്ല ഈ പ്രസ്ഥാനം എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി ആ വഴിക്ക് കുറച്ചുകൂടി ശ്രമിച്ചു നോക്കി, കുറച്ച് കഴിഞ്ഞാൽ അത് ബോധ്യമാകും. അതുകൊണ്ടൊന്നും തകരുന്നതല്ല ഈ പ്രസ്ഥാനമെന്ന്. കാരണം ഈ പ്രസ്ഥാനം ഈ പറയുന്നവരുടെ ആരുടെയെങ്കിലും നാക്കിൻ തുമ്പിലോ പേനത്തുമ്പിലോ നിലനിൽക്കുന്ന ഒന്നല്ല. ഈ നാട്ടിലെ ജനഹൃദയങ്ങളിലാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ജനപിന്തുണയാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ആ ജനങ്ങളെയാണ് ഞങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരായി കാണുന്നത്. ഈ പറയുന്ന കൂട്ടരുടെയൊന്നും പ്രീണനം സാധാരണ നിരക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ കൊതിക്കുന്നുമില്ല. അതാണ് ഇപ്പത്തെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഇവർക്കെല്ലാം ഇത്തരത്തിൽ ഇടപെടുന്നതിന് അവസരമുണ്ടാക്കി കൊടുത്തത് വീണ്ടും വിചാരമില്ലാതെ ചിലർ നടത്തിയ പ്രവർത്തനമാണ്. അതാണ് നാം മറ്റൊരു ഭാഗം കാണേണ്ടത്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൽ ഇടതുപക്ഷത്തെയും അതിൽ തന്നെ പ്രത്യേകിച്ച് CPIM-നെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ ഇടപെടാൻ അവസരം കൊടുത്തത്, ആ അവസരമൊരുക്കിയത്
ഇവിടെ നടന്ന 2 കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ഹീനമായ കൊലപാതകമാണ്. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. അത് CPIM എങ്ങനെ ഇത്തരം സംഭവങ്ങളെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇത്തരം ആളുകൾക്ക് CPIM-ൻ്റെതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല എന്നതും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ചെയ്തത് ഹീനമായ കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയും ഉണ്ടാകും. സർക്കാർ എന്ന നിലക്ക് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന്. കൊലപാതകത്തിന് ശക്തമായ നടപടിയുണ്ടാവും. കൊലപാതകത്തിന് ശേഷം നാട്ടിൽ നടന്നിട്ടുള്ള മറ്റനേകം കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് അക്രമം നടത്താൻ ലൈസൻസ് കിട്ടിയെന്ന് കോൺഗ്രസിൻ്റെ ക്രിമിനലുകൾ എഴിഞ്ഞാടിയിട്ടുണ്ട്. അതിനെ ഒന്നിനെയും ആരും തള്ളിപ്പറയുന്നത് കേട്ടില്ല. അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്ത് എടുക്കുന്നത് കാണുന്നത്. പ്രോത്സാഹിപ്പിച്ചാലും സംരക്ഷിച്ചാലും ശരി, ശക്തമായ നടപടി അത്തരം അക്രമങ്ങൾക്കെതിരെയും ഉണ്ടാകും. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോകും. അതിന് യാതൊരു വിധത്തിലുള്ള പക്ഷഭേദവും ഉണ്ടാവില്ല. തെറ്റ് ചെയ്തോ കുറ്റം കാണിച്ചോ അവർക്കെല്ലാം എതിരെ കർക്കശമായ നടപടിയായിരിക്കും പോലീസ് എടുത്തു പോവുക. നാം നാട്ടുകാർ, ബഹുജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ആ സമാധാനം ഉറപ്പുവരുന്ന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ക്രമസമാധാന നില നിലനിൽക്കുന്ന സംസ്ഥാനമാണിത്. ആ നില തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എല്ലാ നല്ല കാര്യങ്ങൾക്കും നാടും നാട്ടുകാരും ഒപ്പം നിന്നിട്ടുണ്ട്. നാടിൻ്റെയും നാട്ടുകാരുടെയും പിന്തുണയാണ് ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നാടിനോടും നാട്ടുകാരോടും ഉത്തരം പറയാൻ ബാധ്യതയുള്ളവരാണ് ഞങ്ങൾ എന്ന ബോധത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നാടിൻ്റെയും നാട്ടുകാരുടെയും മുന്നിൽ തലകുനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും, നമ്മുടെ നാട് സ്വൈര്യവും സമാധാനവും നിലനിൽക്കുന്നൊരു നാടാക്കി എല്ലാതരം അക്രമങ്ങളെയും ശക്തമായി നേരിട്ട് മുന്നോട്ട് പോകുന്നൊരു നാടാവും. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും അക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.